ന്യൂസ് 16 കേരള. ഫലസ്തീനികളെ ചേർത്ത് പിടിച്ച് ഓപ്പറേഷൻ സിവിൽ റൺസ് നൈറ്റ് 3 ഹംദാൻ കാരുണ്യ കപ്പൽ അൽ അരീഷിലെത്തി. ഫലസ്തീൻ ജനതയോടുള്ള യുടെ തുടർ മാനുഷിക പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിച്ച് ഓപ്പറേഷൻ ഷിവറലൻസ് നൈറ്റ് 3 കീഴിൽ ഹംദാൻ കാരുണ്യ കപ്പൽ ഈജിപ്തിലെ അൽ അരീഷ് തുറമുഖത്തെത്തി. അൽ ദഫ്ര മേഖലയിലെ അബുദാബി ഭരണാധികാരിയുടെ പ്രതിനിധിയും എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരമാണ് കപ്പൽ തയ്യാറാക്കി അയച്ചത്. ഓഗസ്റ്റ് 30 ഖലീഫ തുറമുഖത്തിൽ നിന്ന് പുറപ്പെട്ട കപ്പലിൽ ഫലസ്തീൻ ജനതയ്ക്ക് അടിയന്തര സഹായം നൽകാനായി ഗാസ മുനമ്പിനായി 7000 ടൺ ഭക്ഷണവും വൈദ്യസഹായവും ദുരിതാശ്വാസ സഹായ സാമഗ്രികളും സംഭരിച്ചിട്ടുണ്ട്. സഹായ ഷിപ്മെന്റില് 5000 ടൺ ഭക്ഷണ പാർസലുകളും കമ്മ്യൂണിറ്റി കിച്ചണുകൾക്കുള്ള 1900 ടൺ സാധനങ്ങൾ, ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ 100 ടൺ മെഡിക്കൽ ടെന്റുകൾ കൂടാതെ പൂർണ്ണമായും സജ്ജീകരിച്ച 5 ആംബുലൻസുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഗാസയിലേക്ക് അയച്ച എമിറാത്തി സഹായ കപ്പലുകളുടെ ആകെ എണ്ണം ഇതോടെ 20 ഉയർന്നു. സുസ്ഥിര മാനുഷിക സഹായം നൽകാനും ഫലസ്തീനുകളുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനും അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കാനുമുള്ള യുടെ പ്രതിബദ്ധത ഓപ്പറേഷൻ ഷിവറലൻസ് നൈറ്റ് 3 അടിവരയിടുന്നു. ഈ സംരംഭം ആരംഭിച്ച ശേഷം ഏകദേശം 90000 ടൺ മാനുഷിക സഹായ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിന് $1.8 ബില്യൺ ചെലവായി. ദരിദ്രരും പ്രതിസന്ധികളാൽ വലയുന്നവരും തങ്ങളുടെ ജീവകാരുണ്യ മാനുഷിക സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സഹായം ആവശ്യമുള്ളവർക്കും പ്രതിസന്ധികൾ ബാധിച്ചവർക്കും പിന്തുണ നൽകാനുള്ള യുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഈ പ്രവർത്തനം പ്രതിഫലിപ്പിക്കുന്നു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.